അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അതു വേണ്ട എൻ്റെ മക്കളെ. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ ഞാൻ നിങ്ങളെ വിചാരിച്ച് വളരെ വ്യസനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 11-ാം വാക്യം മുതൽ വായിക്കാം. 11-ാം വാക്യം. അതിനെ നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിന് എന്നോട് പോരുന്നു? യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളൂ. അമ്മായിയമ്മ നവോമി മരുമക്കൾ രണ്ടുപേരോടും പറയുകയാണ്. 3 പേര് വിധവമാരാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതല്ലേ. 3 പേരും വിധവമാർ. ഈ അമ്മായിയമ്മ മരുമക്കൾ 2 പേരെയും ചേർത്തിരുത്തി വാത്സല്യപൂർവ്വം അവരോട് പറയുകയാണ്, മക്കളെ, ഞാൻ അങ്ങ് ബേത്ത്ലേഹേമിലേക്ക് മടങ്ങി പോവുകയാണ്.
ഞാനൊരു തെറ്റായ ഡിസിഷനാണ് എടുത്തത്. ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു, ഞാൻ ഈ മോവാബിലേക്ക് വരരുതായിരുന്നു. എന്തോ എൻ്റെ ഭർത്താവും ഞാനും കൂടി അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ വന്നതോടുകൂടി എല്ലാം നഷ്ടമായി മക്കളെ. എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ ആൺമക്കൾ 2 പേരും വിവാഹം കഴിച്ചു. അങ്ങനെയാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിൽ കയറി വന്നത്. നിങ്ങൾ 2 മക്കളും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയല്ലോ, എൻ്റെ ആൺമക്കൾ 2 പേരും മരിച്ചു പോയല്ലോ. മക്കളെ, ഇനി നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട. ഞാൻ പോവുകയാണ്, ഞാൻ ബേത്ലഹേമിലേക്ക് മടങ്ങി പോവുകയാണ്. റോങ് ഡിസിഷൻ ഞാൻ എടുത്തെങ്കിലും ഞാനിപ്പോൾ വ്യക്തമായി തീരുമാനിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ മടങ്ങി പോകാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട. നിങ്ങൾ മോവാബിൽ ജനിച്ച് വളർന്നവരല്ലേ. നിങ്ങൾക്കിനി പുനർവിവാഹം കഴിച്ച് ജീവിക്കാമല്ലോ, സമാധാനമായി സന്തോഷമായി നിങ്ങൾ കഴിയാമല്ലോ. മക്കളെ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുമോ? അമ്മയും പറയുകയാണ്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുകയും എന്തിനെന്നോട് പോരുന്നു? ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങൾ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. നിങ്ങളുടെ ഭാവി ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾക്ക് നല്ല കാലം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയൊരു നല്ല ഭാവി കിട്ടട്ടെ എന്നാണ് എൻ്റെ ആശ. നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ ഇനി നിങ്ങൾക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ തക്കവണ്ണം എനിക്ക് ഏതായാലും മക്കളില്ല, മക്കളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. ഞാനൊരു പ്രായമായ സ്ത്രീ, വിധവയായ സ്ത്രീ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ പിരിഞ്ഞു വയ്ക്കുള്ളൂ. അമ്മ ഈ മക്കൾക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. അത് ഇറ്റ് വാസ് എ റോങ് ഡയറക്ഷൻ, തെറ്റായ ഡയറക്ഷനായിപ്പോയി. അത് അങ്ങനെ പറയരുതായിരുന്നു. അവരെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ മടങ്ങിപ്പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞത് റോങ് ഡയറക്ഷൻ, റോങ് ഡിറക്ഷൻ കൊടുത്തു, തെറ്റായ ഒരു ഡയറക്ഷൻ കൊടുത്തു. പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു. നിങ്ങൾ മടങ്ങിപ്പൊയ്ക്കൊള്ളീൻ എന്ന് പറയരുതായിരുന്നു. ബേത്ലഹേമിൻ്റെ സമൃദ്ധിയിലേക്ക് പോകുമ്പോൾ, ബേത്ലഹേമിലെ സന്തോഷത്തിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോരാൻ തുടങ്ങുന്നവരെ തടയരുതായിരുന്നു. ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്, മോവാബിലേക്ക് പോകുന്നത്. എന്നാൽ ബേത്ലഹേമിൽ ദൈവം ക്ഷാമം മാറ്റിയെന്നും അവിടെ സമൃദ്ധിയായി എന്നും അവിടെ എല്ലാം പുഷ്ടഭോജനമായി എന്നും എല്ലാം അറിഞ്ഞപ്പോൾ അമ്മ ബേത്ലഹേമിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുകയാണ്. അവർക്കും ഈ സമൃദ്ധിയിൽ പങ്കാളികളാകാമല്ലോ. പക്ഷേ ലോകപ്രകാരം നോക്കിയാൽ എന്തെല്ലാം സമൃദ്ധി ഉണ്ടെങ്കിലും അവർക്ക് വിവാഹ ജീവിതം നയിച്ച് കുടുംബജീവിതം നയിച്ച് പോകാൻ അതിനുള്ള വഴി തുറന്നു കൊടുക്കുകയല്ലേ ചെയ്തതെന്നേ തോന്നാവൂ. അങ്ങനെ നമുക്ക് തോന്നാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ബേത്ലഹേമിൻ്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും അവരെ അമ്മായിയമ്മ നയിക്കേണ്ടതായിരുന്നു. തെറ്റായ ഒരു നിർദ്ദേശം കൊടുത്തു, തെറ്റായ ഒരു വഴികാട്ടിയായി തീർന്നു, തെറ്റായ വഴി കാണിച്ചു കൊടുത്തു, തെറ്റായ മാർഗനിർദ്ദേശം കൊടുത്തു. റോങ് ഡിറക്ഷൻ. അമ്മായിയമ്മ നയവി തെറ്റായ ഡിസിഷൻ എടുത്തു, തെറ്റായ ഡിറക്ഷൻ കൊടുത്തു. നാം ആർക്കെങ്കിലും തെറ്റായ ഡിറക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ? നാം മൂലം ആരെങ്കിലും തെറ്റായ വഴിയിലൂടെ പോകാൻ ഇടയായിട്ടുണ്ടോ? നാം മൂലം ആരെങ്കിലും ദോഷ വഴികളിലേക്ക് തിരിയാനിടയായിട്ടുണ്ടോ? നാം മൂലം ആർക്കെങ്കിലും അനർത്ഥം സംഭവിച്ചു പോയിട്ടുണ്ടോ? നാം കൊടുത്തതായ ചില നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ആർക്കെങ്കിലും ദോഷമായി തീർന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ റോങ് ഡിറക്ഷൻസ് പലയിടത്തും അനേകരെയും വഴിതെറ്റിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അനേകരെ വഴിതെറ്റിക്കുന്നതായ ജീവിത രീതികൾ. ചില കുടുംബങ്ങളിൽ നാം ചെന്നതുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവുമാണോ ഉണ്ടായത്, അത് ആ കുടുംബത്തിൽ കലക്കമാണോ ഉണ്ടായത്? ചില കുടുംബങ്ങളിൽ ചെന്നത് മൂലം ആ കുടുംബത്തിൽ കലഹമുണ്ടായിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ ചെന്ന് സംസാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പാർത്തതുകൊണ്ടോ ആ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും പിരിഞ്ഞു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ ചെന്ന് സംസാരിച്ചതുകൊണ്ടോ അവിടെ താമസിച്ചതുകൊണ്ടോ ആ കുടുംബത്തിൽ ഒരിക്കലും തീരാത്ത അനർത്ഥങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കുടുംബത്തിൽ ഭാര്യയായി കടന്നു എന്നതുകൊണ്ട്, മരുമോളായി കടന്നു എന്നതുകൊണ്ട് ആ കുടുംബത്തിൽ നിങ്ങൾ മൂലം ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങൾ മൂലം ആ കുടുംബത്തിൽ കലഹമാണോ ഉണ്ടായത്? നിങ്ങളൊരു കുടുംബത്തിൽ കടന്നു ചെന്നത് മൂലം നിങ്ങൾ മൂലം ആ കുടുംബത്തിൽ സമാധാനമാണോ ഉണ്ടായത്? പ്രിയപ്പെട്ട യുവതികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കുടുംബത്തിൽ കാലുകുത്തിയത് മുതൽ ആ കുടുംബത്തിൽ സമാധാനവും സ്നേഹവും സന്തോഷവും ഐശ്വര്യവും കളിയാടാൻ നിങ്ങൾ മുഖാന്തരമായിട്ടുണ്ടോ? അതോ നിങ്ങൾ അവിടെ ചെന്നത് മൂലം അവിടെ കലങ്ങിപ്പോയിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ചിലത് ഉപദേശിച്ചു കൊടുത്തു, ചില ഉപദേശങ്ങൾ കൊടുത്തു,
നിങ്ങൾ ചിലരെ ചില വഴികളിലൂടെ നടത്തി നിങ്ങൾ മൂലം ചിലർ മദ്യപാനികളായിട്ടുണ്ടോ? നിങ്ങൾ മൂലം ചിലർ ചീട്ടുകളിക്കാരായി തീർന്നിട്ടുണ്ടോ? നിങ്ങൾ മൂലം ചിലർ പകടുകളിക്കാരായി തീർന്നിട്ടുണ്ടോ? നിങ്ങൾ മൂലം ചിലർ ഗാംബ്ലിംഗ് നടത്തി പണം നഷ്ടപ്പെടുന്നവരായി തീർന്നിട്ടുണ്ടോ? നിങ്ങൾ മൂലം ചിലർ അരുതാത്ത വഴികളിലൂടെ പോയി ജീവിതം അശുദ്ധമാക്കി കളഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ദുഷ്പ്രേരണ മൂലം, നിങ്ങളുടെ ദുരുപദേശം മൂലം ചിലർ വിശ്വാസം ത്യജിക്കാനിടയായിട്ടുണ്ടോ? മദ്യപാനം വിട്ട് വന്നവർ നിങ്ങളുടെ പെരുമാറ്റം മൂലം വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാൻ ഇടയായിട്ടുണ്ടോ? നിങ്ങൾ മൂലം കുടുംബങ്ങൾ കലങ്ങിയിട്ടുണ്ടോ? ദയവായി ചിന്തിക്കൂ. റോങ് ഡിറക്ഷൻസ് ഒരിക്കലും പാടില്ല. ദൈവത്തിന് സ്തോത്രം. ശരിയായ ദിശയിലൂടെ നയിക്കുക, ശരിയായ വഴിയിലൂടെ മാത്രമേ നയിക്കാവൂ. നമ്മുടെ ഓരോ വാക്കും, ഓരോ നോക്കും, ഓരോ ചലനവും ശരിയായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. റോങ് ഡിറക്ഷൻ കൊടുത്തു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചു നോക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂലം ആർക്കെങ്കിലും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂലം ആരുടെയെങ്കിലും ഹൃദയം തണുത്തിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂലം ആർക്കെങ്കിലും ഒരു സമൃദ്ധി ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂലം ആർക്കെങ്കിലും ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്ത നിർദ്ദേശം മൂലം ആരെങ്കിലും ഉയർന്ന് പഠിക്കാനിടയായിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂലം ആർക്കെങ്കിലും നിരാശപ്പെട്ടു പോയ ജീവിതത്തിൽ സമാധാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? യാക്കോബ് ശ്ലീഹ പറയും, യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യം, ഏതാണ് ഭക്തി, എന്താണ് ഭക്തി എന്ന് പറയും. വായിക്കാം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. എന്താണ് ഭക്തി? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു, ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നു, അനാഥർക്ക് തണലായി നിൽക്കുന്നു, അഗതികൾക്ക് തുണയായി നിൽക്കുന്നു, ആരോരും ഇല്ലാത്തവർക്ക് തണലും തുണയുമായി നിൽക്കുന്നു, വശം കെട്ടുപോയവർക്ക് സഹായമില്ലാത്തവർക്ക് താങ്ങായി തണലായി സഹായമായി തുണയായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഭക്തി? പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ കാത്തുകൊള്ളുന്നതുമാകുന്നു. തെറ്റായ വഴിയിലൂടെ പോകുന്ന ഒരാളെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? തെറ്റായ മാർഗത്തിലൂടെ പോകുന്ന ഒരാളെ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ യത്നിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉത്സാഹിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ ചെലവ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വാധീന ശക്തി ചെലവഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കുള്ളതായ കഴിവുകൾ ചെലവഴിച്ചിട്ടുണ്ടോ? തെറ്റായ വഴിയിലൂടെ പോകുന്ന ഒരാളെ നേർവഴിക്ക് തിരിച്ചുവിടാൻ, സ്നേഹത്തിൻ്റെ പാതയിലേക്ക്, വിശുദ്ധിയുടെ പാതയിലേക്ക്, കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്നതായ ഗോകുൽത്തായിലേക്കുള്ള കുരിശിൻ്റെ പാതയിലേക്ക് ജനത്തെ തിരിച്ചുവിടാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ നഷ്ടമാണ്. റോങ് ഡിറക്ഷൻസ് ഒരിക്കലും കൊടുക്കരുത്. ക്രിസ്തുവിൻ്റെ വഴിയെ പോകാൻ ആഗ്രഹിച്ചു വരുന്നവരെ തടയരുത്. ദൈവത്തിന് വചനം കേൾക്കാൻ വരുന്നവരെ തടയരുത്. ദൈവത്തിന് വചനത്തോട് താല്പര്യം കൊണ്ടുപോകുന്നവരെ തടയരുത്. അത് ശിക്ഷാകരമാണ്, അത് ശാപകരമാണ്. അതിന് നീ മറുപടി പറയേണ്ടി വരും. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സത്യവചനം കേൾക്കാൻ പോകുന്നവനെ തടഞ്ഞാൽ, ദൈവത്തിന് സത്യവചനം കേൾക്കാൻ പോകുന്നവനെ ഏതെങ്കിലും തരത്തിൽ മുടക്കിയാൽ നിനക്ക് അപകടം വരും. അത് നിനക്ക് ദോഷമായി തീരും. അതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. കാരണം ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു വിടേണ്ടതിന് പകരം അവനെ ആ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നീ ശ്രമിക്കുന്നത് മൂലം അവന് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ നീ തടയുകയാണ്. അവരോ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു എന്ന് കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിലെ ദേവാലയത്തിലെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രികളെയും പരീശന്മാരെയും കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ന് ജീവൻ്റെ വഴിയിലേക്ക് കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളയുന്നു പറയുന്നത് പോലത്തെ അനുഭവത്തിൽ കഴിയുന്ന അനേകം ആളുകളുണ്ട്. ജീവൻ്റെ വഴിയിലേക്ക് പോകുന്നവരെ തടുക്കരുത്. സത്യവചനം കേൾക്കാൻ പോകുന്നവരെ തടുക്കരുത്. ജീവൻ്റെ വചനം കേട്ട് സത്യ തീരുമാനത്തിലേക്ക് വരുന്നവരെ തടുക്കരുത്. പാപത്തോട് യാത്ര പറഞ്ഞു നിൽക്കുന്നവരെ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അഴിമതിയും കൊള്ളരുതായ്മയുമായി ജീവിക്കുന്നവർ, കള്ളത്തരങ്ങൾ ചെയ്യുന്നവർ, കൊള്ള ലാഭം എടുക്കുന്നവർ, കൂലിത്തല്ലിന് പോയവർ, കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിൽ ജീവിതം മുടിച്ചവർ, മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നവർ, പഠിച്ച കോളേജ് തല്ലി പൊളിച്ചവർ, കോളേജിലെ അധ്യാപകരെയും ഒരുപക്ഷേ ചില പ്രിൻസിപ്പലിനെയും തല്ലിയവർ, അങ്ങനെയുള്ളവരെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഈ കൂട്ടായ്മ, ദൈവത്തിന് സ്തോത്രം,
അവരെ സത്യമാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ കൂട്ടായ്മ, അതാണ് ഈ കൂട്ടായ്മ ചെയ്യുന്നത്. ഈ കൂട്ടായ്മ സഭ മാറ്റുന്നില്ല, ഈ കൂട്ടായ്മ സമുദായം മാറ്റുന്നില്ല, ഈ കൂട്ടായ്മ ഒരു പുതിയ സഭ തുടങ്ങുന്നില്ല. ഈ കൂട്ടായ്മ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്താണ് ചെയ്യുന്നത്? ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് അവരവർ നിൽക്കുന്ന സഭയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഇരിക്കെ അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം വരികയും അനേക കുടുംബങ്ങൾ സമാധാനം അനുഭവിക്കുകയും അനേകർ സന്തോഷം അനുഭവിക്കുകയും അനേകരുടെ സ്വഭാവം മാറുകയും അനേകം പേര് മദ്യപാനവും കഞ്ചാവ് വലിയും കൊള്ളരുതായ്മകളും അതുപോലെ മയക്കുമരുന്നുകൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് തിരികുകയും ചെയ്യുന്നത് അത് എത്രയോ ശുഭകരമായ കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലയോ വേണ്ടത്, അതിനെ തടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. റോങ് ഡിറക്ഷൻ കൊടുക്കരുത്, റോങ് ഡിറക്ഷൻ ഒരിക്കലും ചെയ്യരുത്. കർത്താവിലേക്ക് വരുന്നവരെ തടയരുത്, കർത്താവിൻ്റെ വചനത്തിലേക്ക് വരുന്നവരെ തടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ചെറിയ ചലനം പോലും ദൈവത്തിങ്കിലേക്ക് വരുന്നവരെ തടുക്കാനിട വരരുത്, ഒരിക്കലും സംഭവിക്കരുത്. അത് നമുക്ക് നാശമാണ്, അത് നമുക്ക് ശാപകരമായി തീരും. നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കണക്ക് പറയേണ്ടി വരും. നിത്യത ഉണ്ടെന്ന് വിചാരമുണ്ടോ? ഒരു നിത്യതയുണ്ടെന്ന് വിചാരമുണ്ടോ? ഒരു നിത്യത, ആ നിത്യത നാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് വിചാരമുണ്ടോ? ഒരു ഇറ്റേണിറ്റിയെ ഫേസ് ചെയ്യുമെന്ന് ബോധമുണ്ടെങ്കിൽ, ആ നിത്യതയിൽ ഒരു നിത്യ ന്യായവിധി ഉണ്ടായെന്ന് ബോധമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അന്ന് മറുപടി പറയേണ്ടി വരും, ഉറപ്പാണ്. ന്യായാധിപതിയായ കർത്താവ് ന്യായാസനത്തിലിരിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അവിടുന്ന് ന്യായാധിപതിയായി ന്യായാസനത്തിലിരിക്കും. ഇന്ന് അവിടുന്ന് കൃപാസനത്തിലിരിക്കുകയാണ്. ഇന്ന് കൃപയുടെ കാലമാണ്. ഏത് പാപിക്ക് അടുത്ത് വരാം. ഇന്ന് ഏത് പാപിക്കും വന്ന് അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കാം. ഇന്ന് ഏത് പാപിക്കുമെന്ന് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ ജീവിതം തുടങ്ങാം. ഇന്ന് ഏത് പാപിക്കും, എത്ര നിഷ്ഠൂരമായ പാതകങ്ങൾ ചെയ്തവനും ഇന്ന് മ്ലേച്ഛതയാണ്ട ജീവിതത്തിൽ ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയവനും അവനും തിരിച്ചു വരാം, അവൾക്കും തിരിച്ചു വരാം. ഇന്ന് ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വന്ന് ആ തിരക്തത്താലുള്ള കഴിവുകൾ പ്രാപിക്കാം. ഇന്ന് സുപ്രസാദ കാലമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്, ഇന്ന് ആർക്കും രക്ഷപ്പെടാനുള്ള സമയമാണ്, ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ്. എന്നാൽ ഇന്ന് കൃപാസനത്തിലിരിക്കുന്ന ക്രിസ്തു ന്യായാസനത്തിലേക്ക് മാറുന്നൊരു ദിവസമുണ്ട്. ഇന്ന് ക്രിസ്തു കൃപാസനത്തിലിരിക്കുകയാണ്, കൃപയുടെ സിംഹാസനത്തിലിരിക്കുകയാണ്, കൃപാനിധിയായിരിക്കുകയാണ്. എന്നാൽ ഈ ക്രിസ്തു ന്യായാസനത്തിലിരിക്കുന്നൊരു സമയമുണ്ട്, ന്യായാധിപതിയായി വാഴുന്നൊരു സമയമുണ്ട്, ന്യായാധിപതിയായി വിധിക്കുന്നൊരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ന്യായവിസ്താര ദിവസമുണ്ട്. ഓർക്കുക, റോങ് ഡിറക്ഷൻസ് എടുക്കരുത്, റോങ് ഡിറക്ഷൻസ് കൊടുക്കരുത്. നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ ഒരിക്കലും വേറൊരാളെ തെറ്റിലേക്ക് നയിക്കുന്നതാകരുത്. ദൈവത്തിന് സ്തോത്രം. കൂട്ടുകെട്ടിൽ കൂടെ നശിക്കുന്ന അനേകരുണ്ട്. കൂട്ടുകെട്ടിൽ കൂടെ അനേകം നല്ല നല്ല സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാർ കൂട്ടുകെട്ടിൽ കൂടിയാണ് നശിച്ചു പോകുന്നത്. കോളേജ് ഹോസ്റ്റലിൽ ചെന്ന് വളരെ നിഷ്കളങ്കരായി ജീവിക്കുന്ന, നല്ല പഠിക്കാൻ താല്പര്യത്തോടെ പോകുന്ന അനേകം യുവതീ-യുവാക്കന്മാർ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകെട്ടിൽ ചെന്നു, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നു. അവർ മദ്യത്തിലേക്ക്, അവർ സിനിമയിലേക്ക്, അവർ മയക്കുമരുന്നിലേക്ക്, അവർ കഞ്ചാവിലേക്ക്, അവർ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലേക്ക്, അവർ ഗുണ്ടാ സംഘങ്ങളിലേക്ക്, അവർ വക്രഗതിയിലുള്ള പലതരത്തിലുള്ളതായ തിന്മകളിലേക്ക് എല്ലാം അവർ നശിച്ചു പോകുന്നു. ചീത്ത കൂട്ടുകെട്ട് സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചു വേണം. കൂട്ടുകെട്ടിലേക്ക് പോകരുത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നല്ല നല്ല കുട്ടികൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നല്ല നല്ല ആളുകൾ കൂട്ടുകൊഴുമ്പോഴാണ് ചീത്തയാകുന്നത്. കൂട്ടുകൊഴുമ്പോൾ ആ സംഘബലം കൊണ്ട് അരുതായികളിലേക്കുള്ളൊരു വാസന വരികയാണ്. കുഞ്ഞുങ്ങളെ പറഞ്ഞു തരാം, കൂട്ടുകെട്ടിൽ കൂടി എത്രയോ പേര് അരുതാത്ത പ്രേമക്കുരുക്കൾപ്പെടുന്നു, കാമഭോഗങ്ങൾപ്പെടുന്നു, സ്ത്രീപീഡന കേസുകളിൽപ്പെടുന്നു, ജയിൽവാസം അനുഭവിക്കുന്നു, ആത്മഹത്യയിൽ കലാശിക്കുന്നു, കൊലപാതകങ്ങളിലേക്ക് നീങ്ങുന്നു, പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ പല പല അനർത്ഥങ്ങൾ ചെന്ന് വിട്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, കൂട്ടുകെട്ടിൽ കൂടിയാണ്. റോങ് ഡിറക്ഷൻസ് കൊടുക്കരുത്. നിങ്ങൾക്ക് കൂട്ടുകാരായി വരുന്നവർക്ക് തെറ്റായ വഴി കാണിച്ചു കൊടുക്കരുത്. റോങ് ഡിറക്ഷൻസ് പാടില്ല. ദൈവത്തിന് സ്തോത്രം. നവമി റോങ് ഡിറക്ഷൻ കൊടുത്തു, അത് ഓർപ്പ സ്വീകരിച്ചു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു മരുമോള് അത് സ്വീകരിച്ചു. 11 വാക്യം വായിക്കാം. അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങൾ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. റോങ് ഡിറക്ഷൻ കൊടുത്തതുകൊണ്ട് ഒരു മരുമോള് ചുംബിച്ച് പിരിഞ്ഞു.
അമ്മായിയമ്മ സ്നേഹമാണ്. തെറ്റായ ഒരു തീരുമാനം ആ കൊച്ചിനില്ല. നല്ലൊരു പെൺകുട്ടി. പക്ഷേ അമ്മായിയമ്മ തെറ്റായ ഒരു ഡയറക്ഷൻ കൊടുത്തതുകൊണ്ട് അമ്മായിയമ്മയുടെ കൂടെ അവൾ നിൽക്കാൻ തയ്യാറായില്ല. അമ്മായിയമ്മ പറഞ്ഞു, പൊയ്ക്കോ മോളെ എന്നാണ് പറഞ്ഞത്. നീ എൻ്റെ കൂടെ പോരണ്ട മോളെ എന്നാണ് പറഞ്ഞത്. അവളതൊന്ന് സ്വീകരിച്ചു. അവൾക്കാണെങ്കിൽ ന്യായം പറയാം. അമ്മായിയമ്മ പറഞ്ഞിട്ടില്ലേ ഞാൻ വിട്ടുപോയത്, എന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ അനുസരിച്ചെന്നല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അമ്മായിമ്മയാണ് നോക്കേണ്ടത്. നവമിയായിരുന്നു നോക്കേണ്ടിയിരുന്നത്. നവമി ആ റോങ് ഡിറക്ഷൻ കൊടുക്കാതിരുന്നെങ്കിൽ അവളും ഭാഗ്യം നേടിയെടുത്തേനെ. അവൾക്കും ഭാഗ്യത്തിൻ്റെ പങ്കാളിയാകാൻ കഴിഞ്ഞേനെ. രൂത്തിന് കിട്ടിയ മഹാഭാഗ്യം അവൾക്കും കിട്ടിയേനെ. ഓർപ്പായും അതുപോലെ അനുഗ്രഹീതമായൊരു ഭാവിയിലേക്ക് അടുത്തേനെ. അത് സാധിക്കാതെ പോയി. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ആരും പിരിഞ്ഞു പോകാനിട വരരുത്. നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് ആരും പിരിഞ്ഞു പോകാനിട വരരുത്. പിരിച്ചു കളയാൻ എളുപ്പമാണ്, ഇറക്കി വിടാൻ എളുപ്പമാണ്, പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ സ്വാധീനം കൊണ്ട്, നിങ്ങളുടെ സാമർഥ്യം കൊണ്ട്, നിങ്ങളുടെ അധികാരത്തിൻ്റെ ബലം കൊണ്ട്, നിങ്ങളുടെ പദവിയുടെ ശക്തി കൊണ്ട് ചിലരൊക്കെ ഇറക്കി വിടാൻ പറ്റിയേക്കാം, പറഞ്ഞു വിടാൻ പറ്റിയേക്കാം, അവരെ പിരിച്ചുവിടാൻ പറ്റിയേക്കാം. പക്ഷേ പിരിച്ചു വിടരുത്, പറഞ്ഞു വിടരുത്. ഓർപ്പാമാവിയെ ചുംബിച്ച് വിരിഞ്ഞു. റോങ് ഡിറക്ഷൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവിടെ ഈ റോങ് ഡിറക്ഷൻ കൊടുത്തപ്പോൾ അവിടെ വേറൊരു കാര്യം കാണാം. ഒരു റൈറ്റ് ഡിസിഷൻ ഒരാൾ എടുത്തു. റോങ് ഡിറക്ഷൻ കിട്ടിയപ്പോഴും ഒരാൾ റൈറ്റ് ഡിസിഷൻ എടുത്തു. ദൈവത്തിന് സ്തോത്രം. റോങ് ഡിറക്ഷനാണ് കിട്ടിയത്, പക്ഷേ രൂത്ത് റൈറ്റ് ഡിസിഷൻ എടുത്തു. തെറ്റായ ഡിറക്ഷൻ കിട്ടിയപ്പോൾ, തെറ്റായ നിർദ്ദേശം കിട്ടിയപ്പോൾ ശരിയായൊരു തീരുമാനം രൂത്ത് എടുത്തു. അതാണ് അടുത്ത വാക്യം വായിക്കാം. രൂത്തോ അവളോട് പറ്റി നിന്നു. ഓർപ്പാമായ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. ദൈവത്തിന് സ്തോത്രം. വിട്ടുപോയില്ല. കിട്ടിയ നിർദ്ദേശം വിട്ടുപോകാനാണ്, പക്ഷേ വിട്ടുപോയില്ല. ദൈവത്തിന് സ്തോത്രം. വിട്ടുപോകരുത്, ഒരു കാരണവശാലും വിട്ടുപോകരുത്. വേറൊരു വയലിലേക്ക് പോകരുത്. കേട്ടോ മകളെ, പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട. അത് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം. കേട്ടോ മകളെ, പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. ദൈവത്തിന് സ്തോത്രം. വേറൊരു വയലിലേക്ക് പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. കുറേയേറെ അർത്ഥവ്യാപ്തിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഒരു വലിയ മർമ്മപ്രധാനമായ കാര്യം ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഒരിക്കലും സഭ വിടരുത്, ഒരിക്കലും സഭ മാറരുത്, ഒരിക്കലും ഒരു സഭ വിട്ട് വേറെ സഭയിലേക്ക് പോകരുത്. കാരണം ഒരു സഭയും വേറെ സഭയേക്കാൾ ഭേദമല്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചോ, നിങ്ങൾ കേട്ടോ? ഒരിക്കലും അടുത്തറിയുമ്പോൾ കാണാം, ഒരു സഭയും വേറെ സഭയേക്കാൾ ഭേദമല്ല, ഒരു സഭയും വേറെ സഭയേക്കാൾ മോശവുമല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഭാഗ്യവശാൽ ഞങ്ങൾക്കൊരു നല്ല ഡിസിഷൻ കിട്ടിയത്. സഭ മാറാതെ, സമുദായം മാറാതെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുക, യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയിൽ കൂടെ നടക്കുക, യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക, ആ വചനത്തിലേക്ക് അനേകരെ അടുപ്പിക്കുക. സ്വർഗ്ഗ സൗഭാഗ്യം, ഈ ഭൂമിയിൽ സ്വർഗീയ സമാധാനം, കടന്നു ചെല്ലുമ്പോൾ നിത്യജീവൻ, ഇത് അനുഭവിക്കുക. ഇതാണ് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ ചിന്താഗതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താ പറഞ്ഞത്? രൂത്തോ അവളോട് പറ്റി നിന്നു. അടുത്ത വാക്യം. അപ്പോൾ അവൾ, നിന്റെ സഹോദരി നിന്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. വീണ്ടും അമ്മായിയും റോങ് ഡിറക്ഷൻ കൊടുക്കുകയാണ്. മോളെ, നിൻ്റെ സഹോദരി ഓർപ്പ പോയത് നീ കണ്ടില്ലേ? അവളുടെ ബന്ധക്കാരുടെ അടുക്കിലേക്ക് പോയില്ലേ? അവളുടെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് പോയില്ലേ? മോളെ, നീയും പൊയ്ക്കോ, നീ എൻ്റെ കൂടെ നിൽക്കണ്ട, നീയും പൊയ്ക്കോ കുഞ്ഞെ, നീയും പൊയ്ക്കോ മോളെ, നീയും പൊയ്ക്കോ. നിൻ്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിൻ്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ വാക്ക്? നവമിയുടെ നാവിൽ നിന്ന് ഒരിക്കലും വരരുതാത്തതാണ്. നിൻ്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും, അടുത്തതോ തൻ്റെ ദേവൻ്റെ അടുക്കൽ മടങ്ങിപ്പോയില്ലയോ? അപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് പൊയ്ക്കൊള്ളാൻ പാടില്ലേ മോളെ എന്നാണ് ചോദിക്കുന്നത്. അത്രയ്ക്കേ ഉള്ളൂ നവമിയുടെ ഭക്തി. നവമി ദൈവഭക്തയാണ്, സത്യദൈവത്തെ ആരാധിക്കുന്നവളാണ്. ആ ആരാധന ആഴത്തിലല്ല, ദേവാരാധനയിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയാണ്, ദേവൻ്റെ അടുക്കിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയാണ്, എൻ്റെ കൂടെ പോരണ്ട എന്ന്. അവൾ നവമി പറയുന്ന വാക്കിൽ അവളുടെ ആരാധനയെപ്പോലും അതിനെ പ്രകീർത്തിച്ച് പറയുകയാണ്, അങ്ങോട്ട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ്. നിൻ്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിൻ്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. വിട്ടുപോയവളുടെ പിന്നാലെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു വിടുകയാണ്.
ദൈവത്തിന് സ്തോത്രം. വിട്ടുപോയവരുടെ പിന്നാലെ പോയിക്കൊള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് രൂത്ത് ഒരു റൈറ്റ് ഡിസിഷൻ പറയുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. റോങ് ഡിറക്ഷൻ കിട്ടുമ്പോൾ റൈറ്റ് ഡിസിഷൻ എടുത്തുകൊള്ളുക. റോങ് ഡിറക്ഷൻ കിട്ടുമ്പോൾ ശരിയായ തീരുമാനം എടുത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ശരിയായ തീരുമാനം, ക്രിസ്തുവിൻ്റെ കൂടെ നീങ്ങാനുള്ള തീരുമാനം. ഇതുവരെ ക്രിസ്തുവിൻ്റെ കൂടെ അല്ലായിരുന്നു, ഇതുവരെ സാത്താൻ്റെ കൂടെ ആയിരുന്നു, ഇതുവരെ പിശാചിൻ്റെ കൂടെ ആയിരുന്നു, ഇതുവരെയും ജീവിതത്തിൽ പാപം ഉണ്ടായിരുന്നു, ഇതുവരെയും തിന്മയുണ്ടായിരുന്നു. പാപം മൂലം സാത്താൻ നാം ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. നാം സാത്താൻ്റെ ചൊൽപ്പടിക്ക് നടക്കുന്നവരായിരുന്നു, സാത്താൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരായിരുന്നു, അശുദ്ധിയുടെ പിന്നാലെ പോകുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാം. ഇല്ല, ഇതുവരെയും ഞാൻ സാത്താൻ്റെ ബന്ധനത്തിലായിരുന്നു, ഇതുവരെയും ഞാൻ സാത്താൻ്റെ ജയിൽ പുള്ളിയായിരുന്നു, ഇതുവരെയും സാത്താനിൻ്റെ പാപം കൊണ്ട് എന്നെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇനിമേൽ ഞാൻ കർത്താവേ പാപത്തെയും സാത്താനെയും ഉപേക്ഷിച്ച് ഞാനിതാ തിരുമുൻപാകെ തീരുമാനമെടുത്ത് വരുന്നു. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നു, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വരുന്നു. നാഥ, നീ എന്നെ കൈക്കൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനോട് വാക്ക് പറയാം. കർത്താവേ, ഞാൻ വിട്ടുപോവുകയില്ല. നാഥ, ഞാൻ പിരിഞ്ഞു പോവുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുകയില്ല. യേശുവിൻ്റെ പാദപീഠത്തോട് ഞാൻ ചേർന്ന് നിൽക്കും. യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. കർത്താവേ, പാപമില്ലാത്ത പുതിയ ജീവിതം ഞാൻ നയിക്കും. ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, പാപമില്ലാത്ത ജീവിതത്തിന് സൗഖ്യം, പാപരഹിതമായ ജീവിതത്തിന് സമാധാനം അത് അനുഭവിക്കുവാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹത്തോടെ ചേർത്തണച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കാം. യേശുവേ, ഇത്രയും കാലം സാത്താൻ്റെ പണിപ്പുരയിൽ ഞാൻ നിൽക്കുകയായിരുന്നു, സാത്താൻ്റെ പണിപ്പുരയിൽ ഞാൻ വേല ചെയ്യുകയായിരുന്നു, സാത്താൻ്റെ വിടുപടി ചെയ്തുകൊണ്ട് അവൻ്റെ അടിമ വേല ചെയ്തുകൊണ്ട് ഞാൻ കഴിയുകയായിരുന്നു. എൻ്റെ പാവം എന്നെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഇന്നിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ. ഇപ്പോൾ നാഥ, കുരിശിൽ തലചായ്ച്ച് യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഹൃദയത്തിൽ തലചായ്ക്കണമേ. കുരിശിൽ തലചായ്ച്ച് യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന് എന്നിൽ നീ വസിക്കണമേ, എന്നിൽ നീ വാഴണമേ. സമർപ്പിക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തിരക്തത്താൽ കഴുകണമേ. എല്ലാവരെയും ഭാരങ്ങളും ആകുലങ്ങളും മാറ്റി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ആവലാദികളും സങ്കടങ്ങളും മാറ്റി അനുഗ്രഹിക്കണമേ. സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. കുടുംബശാന്തി നൽകി അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.